വിഷബാധയ്ക്കുള്ള വാക്സിൻ എടുത്തിട്ടും അത് ഫലപ്രദമാകാതെ 3 കുട്ടികൾ സംസ്ഥാനത്ത് മരിച്ച വാർത്ത നമ്മൾ കേരളം ഞെട്ടലോടെയാണ് കേട്ടത്. തെരുവ് നായ്ക്കളുടെ എണ്ണം അനുദിനം എന്നോണാണ് പെറ്റുപെരുകിക്കൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും അവിടെയെല്ലാം തെരുവ് നായ്ക്കളാണ്. നഗരത്തിലും കോർപ്പറേഷൻ ഏരിയയിലും മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലും എന്ന് വേണ്ട ഇടറോഡിലും നടുറോഡിലും ബസ് സ്റ്റാൻഡിലും പൊതു ഇടങ്ങളിലും എല്ലാം തെരുവ് നായ്ക്കൾ യഥേഷ്ടം കൈയടക്കി വച്ചിരിക്കുന്നു. ഓഫീസിൻ്റെ ഇടനാഴികളിൽ പോലും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലും ഹോസ്പിറ്റലിൽ പോലും വലിയ ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്തൊക്കെ യഥേഷ്ടം തെരുവ് നായ്ക്കൾ വിഹരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഒരു സ്ഥലത്ത് ഒരു റോഡിലൂടെ പ്രഭാതത്തിലും നടക്കാൻ പോകാൻ പോലും മനുഷ്യന് കഴിയാൻ പറ്റാത്ത വിധമാണ് തെരുവ് നായ്ക്കളുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നത്. രാവിലെയൊക്കെ നടക്കാൻ പോകുന്ന പലരും ഇതുങ്ങളെ പേടിച്ചിട്ട്, ഈ തെരുവ് നായ്ക്കളുടെ ശല്യം പേടിച്ചിട്ട് നടത്തം പോലും ഉപേക്ഷിച്ചു. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല. സ്കൂളിൽ പോകുന്ന വഴികളിലൊക്കെ തെരുവ് നായ്ക്കളുടെ ശല്യം കാരണം കുഞ്ഞുങ്ങൾ വളരെ പേടിയോടെയാണ് സ്കൂളുകളിലും മറ്റും പോകുന്നത്. എന്നാൽ ഇതൊക്കെ ഇഷ്ടം പോലെ പെറ്റുപെരുകിയിട്ടും പഞ്ചായത്തോ നഗരസഭയോ മുനിസിപ്പാലിറ്റിയോ ഒന്നും ഇതിനെതിരെ ഒന്നും പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതുങ്ങളെ നിയന്ത്രിക്കാനോ ഇതുങ്ങളിങ്ങനെ പെറ്റ് പെരുകുന്നത് നിയന്ത്രണ വിധേയമാക്കാനോ ഒരു സംവിധാനവും ഇവിടെ ഉണ്ടാകുന്നില്ല. പട്ടി കടിച്ചോട്ടെ, പട്ടിയിൽ നിന്ന് നിങ്ങളെങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോ എന്നാണ് ഇവിടുത്തെ സ്ഥിതി. പട്ടിസ്നേഹം, ചിലരുടെ പട്ടിസ്നേഹം കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകും അവരെയൊക്കെ കടിച്ചാലും വേണ്ടില്ല എന്ന് തോന്നിപ്പോകും. ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ കാണാം, പട്ടികൾ കൂട്ടത്തോടെ